ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഫോർ യുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ISROയുടെ സതീഷ് ധവൻ സ്പേസ് സെൻറ്ററിലേക്ക് വന്നിരിക്കുന്ന ഏതാനും വേക്കൻസികളെ പറ്റിയും അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയും സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ 10ാം ക്ലാസ് ITI ഡിപ്ലോമ കാൻഡിഡേറ്റ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറേ പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ കാൻഡിഡേറ്റ്സും എല്ലാ ഫ്രണ്ട്സും ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വേക്കൻസികളും മറ്റും എത്തിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ജോബ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വേക്കൻസികളും അതിൻ്റെ ഡീറ്റെയിൽസും എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ISRO സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലേക്കാണ് ഈ വേക്കൻസികളൊക്കെ വന്നിട്ടുള്ളത്. പോസ്റ്റ് ഡീറ്റെയിൽസ് അവർ പറഞ്ഞിട്ടുള്ളത് ടെക്നീഷ്യൻ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. 141 വേക്കൻസികളാണ് അവർ നിലവിൽ പറഞ്ഞിട്ടുള്ളത്. ജോബ് ലൊക്കേഷൻ ഓൾ ഇന്ത്യയാണ്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുക. shar.gov.in എന്ന് പറയുന്ന സൈറ്റ് ത്രൂ ആണ് നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ അയക്കുന്നത്. ഇത് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സയൻറ്റിസ്റ്റ് SC 23 വേക്കൻസി, അതിന് 18 മുതൽ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. പിന്നെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിന് 28 വേക്കൻസി, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിന് 3 വേക്കൻസി, ലൈബ്രറി അസിസ്റ്റൻറ്റിന് 1 വേക്കൻസി, റേഡിയോഗ്രാഫർ A 1 വേക്കൻസി, ടെക്നീഷ്യൻ B 70 വേക്കൻസി, ഡ്രാഫ്റ്റ്സ്മാൻ B 2 വേക്കൻസി, കുക്ക് 3 വേക്കൻസി. ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകൾക്കെല്ലാം ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് മുതൽ കുക്ക് വരെയുള്ള ഒഴിവുകൾക്ക് 35 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഫയർമാൻ 6 വേക്കൻസി, അതിന് ഏജ് ലിമിറ്റ് 18 മുതൽ 25 വയസ്സ് വരെയാണ്. അടുത്തത് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ A 3 വേക്കൻസി, നെറ്റ്സ് B 1 വേക്കൻസി, 18 മുതൽ 35 വയസ്സ് വരെയാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത്. അടുത്തതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ SCക്ക് BSc, BE, BTech, MSc, PG ഡിഗ്രി, ME ഓർ MTech ആണ് പറഞ്ഞിട്ടുള്ളത്. ടെക്നിക്കൽ അസിസ്റ്റൻറ്റിന് ഡിപ്ലോമ, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിന് BSc, BFA, ലൈബ്രറി അസിസ്റ്റൻറ്റിന് ഗ്രാജുവേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി, റേഡിയോഗ്രാഫർ Aക്ക് ഡിപ്ലോമ, ടെക്നീഷ്യൻ Bക്ക് 10th ITI ഓർ ഡിപ്ലോമ, ഡ്രാഫ്റ്റ്സ്മാൻ Bക്ക് 10th ITI, കുക്ക് ഫയർമാൻ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ Aക്ക് 10ാം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. നെറ്റ്സ് Bക്ക് ഡിപ്ലോമയും. പിന്നെ സാലറി പാക്കേജും കാര്യങ്ങളെല്ലാം ഒരു താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏജ് റിലാക്സേഷനുണ്ട്. ഇത് OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റ്, എഞ്ചിനീയർ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, ലൈബ്രറി അസിസ്റ്റൻറ്റ്, നഴ്സ് തുടങ്ങിയ പോസ്റ്റുകൾക്ക് 750 രൂപയും, റേഡിയോഗ്രാഫർ A, ടെക്നീഷ്യൻ B, ഡ്രാഫ്റ്റ്സ്മാൻ B, കുക്ക്, ഫയർമാൻ A, ഡ്രൈവർ A പോസ്റ്റുകൾക്ക് 400 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് പറയുന്നത്. ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ പേ ചെയ്യേണ്ടത്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എഴുത്തു പരീക്ഷയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ആൾക്കാരെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഡേറ്റ് നവംബർ 14 വരെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. ഈ മാസം 16-ാം തീയതി ഇത് സ്റ്റാർട്ടായിട്ടുണ്ട്. നവംബർ 14-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ മാക്സിമം എല്ലാവരും എത്തിയതിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ഓൺലൈൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കുകളും നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാവരും മാക്സിമം ഈ ഒരു വേക്കൻസികളും ഈ ഒരു അവസരവും യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വേക്കൻസികളും കാര്യങ്ങളും എത്തിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. അപ്പോൾ ഇനി വേറെ വീഡിയോയുടെ നമുക്ക് കാണാം.